എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. അപ്പൊ ദേവിക്ക് ഉഷ്ണോദക സ്നാനം കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. കാരണം മനസ്സെന്ന് പറയുന്നത് നമുക്ക് സാധാരണ ശരീരത്തിന് വാത പിത്ത കഫ ദോഷങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ ഒരു വ്യക്തി പച്ചവെള്ളത്തിലല്ല കുളിക്കാറുള്ളത്, ചൂടുവെള്ളത്തിൽ. ഇപ്പൊ ഫാഷനായിട്ട് ചൂടുവെള്ളത്തിൽ എല്ലാവരും കുളിക്കുള്ളൂ എന്നുള്ളതായി തീർന്നിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ കുളിക്കില്ല അല്ലെ. ഗീസർ വർക്ക് ചെയ്തില്ലെങ്കിൽ ചൂടുവെള്ളം ഇല്ലെങ്കിൽ കുളിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മൾ ശരീരത്തിന് അതുമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുക. ശരിക്കും ശുദ്ധജലത്തിൽ കുളിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം. ഇനിയിപ്പോ അസുഖമുണ്ട്, ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ കുളിക്കാം. അപ്പൊ എന്താണ് ഈ ഉഷ്ണോദക സ്നാനം? ഇപ്പൊ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചൂടുവെള്ളം കൊണ്ട് കുളിച്ച് നമുക്കൊരു തണുത്ത സമയത്താണെങ്കിലും ഒരു തണുപ്പുള്ള നമ്മുടെ അന്തരീക്ഷം തണുത്തിരിക്കുമ്പോഴും നമ്മൾ വളരെയധികം ടെൻഷൻ, മനസ്സിൽ ഒരുപാട് ടെൻഷൻസും ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ളുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ ആയിട്ട്, അതായത് ഒരു നല്ല സമാധാനമായിട്ട് കിട്ടാൻ നമ്മൾ എല്ലാവരും കുളിക്കാറുണ്ട് അല്ലെ. ബാഹ്യമായിരിക്കുന്ന അഴുക്ക് മാത്രമല്ല, ആ ഒരു വെള്ളം തലയിൽ സഹസ്രാര പത്മത്തിൽ വീണ് ശരീരം മുഴുവനും നനയുമ്പോൾ നമുക്കൊരു ട്രാങ്ക്വിലിറ്റി, നമ്മുടെ മനസ്സിന് നല്ല ഒരു സുഖം കിട്ടും. എന്താ കാരണം? നമ്മുടെ ശരീരം തണുക്കുമ്പോൾ നമ്മുടെ മനസ്സും തണുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട്, എന്താ ഈ വെള്ളം വീഴുമ്പോൾ നമുക്ക് ഇത്രയും ഒരു സമാധാനം വരാൻ കാരണം ജലം എന്ന് പറയുന്നത് സർവ്വ ദേവതകളും അധിവസിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എല്ലാ ദേവതകളും അതിനകത്താണ് വസിക്കുന്നത്. 30 മുക്കോടി ദേവതകൾ നമ്മളെ പ്രപഞ്ചത്തിൽ പറയാറുണ്ട് അല്ലെ. ആപോവ ഇതം സർവം സർവദേവത ആപഹ. അതുകൊണ്ടാണ് ജലത്തിന് ഇത്രയും പ്രാധാന്യം. ഇനി വരുന്നതിനെല്ലാം നമുക്ക് ജലത്തിന്, അതാണ് ദേവിക്ക് എത്ര അഭിഷേകമാണ് കൊടുക്കണമെന്ന് നോക്കൂ. ഈ ജലം എന്ന് പറയുന്നത് സർവ്വദേവതകളും വസിക്കുന്നതാണ്. അപ്പൊ ഈ ജലം നമ്മൾ കുളിക്കുമ്പോ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന എല്ലാ ദേവതകളും ഒന്ന് ശാന്തമാകും. നമുക്കറിയാം, ബ്രഹ്മാണ്ടം പോലെ തന്നെയാണ് പിണ്ഡാണ്ടം. ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ ദേവതകളും നമ്മുടെ ശരീരത്തിലും ഉണ്ടെന്ന്. അപ്പൊ സർവ്വദേവത ആപഹ എന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിൽ സർവ്വദേവതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ പുറത്താണ് ഒഴിക്കുന്നെങ്കിലും അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ഉള്ളിലുണ്ടാകും. മനസ്സ് ശാന്തമാകും. ഇനി ചൂടുവെള്ളത്തിന്റെ പ്രത്യേകത എന്താ? പച്ചവെള്ളത്തിനെ നമ്മളൊന്ന് ചൂടാക്കുക. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നി എല്ലാത്തിനെയും ശുദ്ധമാക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ പറഞ്ഞ ഒരിക്കലും പൊല്യൂട്ടഡ് അല്ല അഗ്നി. അഗ്നിയാണ് ഏറ്റവും ശുദ്ധമായിരിക്കുന്നത്. നമ്മൾ എന്ത് ചവറ് കത്തിച്ചാലും, എന്ത് അഴുക്ക് കൊണ്ട് അഗ്നിയിൽ ഇട്ടാലും അതിനെ ശുദ്ധമാക്കി ഒരു പിടി ചാരമാക്കി തരുന്നത് അഗ്നിയാണ്. പതിവ്രതയായ സീതയെ അഗ്നി ഭഗവാനാണ് രാമന് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ഏത് ശുദ്ധതയെ തെളിയിക്കാനും നമ്മൾ എടുക്കുന്നത് എന്താണ്? അഗ്നിയാണ്. അപ്പൊ ഇത് ഒരിക്കലും പൊല്യൂട്ടഡ് ആവില്ല. അപ്പൊ എന്താണ്? നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ. ഒന്ന് ജലത്തിൽ എന്താണ്? സർവ്വദേവതാ നിവാസം. അതിന്റെ കൂടെ ചൂടുവെള്ളം. അപ്പൊ ചൂടും ജലവും. അപ്പൊ ചൂടെന്ന് പറയുന്നത് എന്താണ്? ശുദ്ധത അല്ലെ. അതിനെയാണ് നമ്മൾ ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ ചൂടുവെള്ളം എന്ന് പറയുന്നത്. ജലത്തിൽ സർവ്വദേവതകളും, അതിന്റെ കൂടെ ചൂടെന്ന് പറയുമ്പോൾ ശുദ്ധമായിരിക്കുക. ഏത് കാര്യങ്ങളും ചൂട് കൊണ്ടാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു ലോഹം അതിനെ ആഭരണമാക്കി മാറ്റണമെങ്കിൽ എന്ത് വേണം? എത്ര ഡിഗ്രിയിൽ നമ്മൾ അതിനകത്ത് ഉരുക്കണം, സ്വർണത്തെ ആഭരണമാക്കണമെങ്കിൽ. അതുപോലെ ജലം, അത് തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അതിലിരിക്കുന്ന എല്ലാ ആ ഒരു ശുദ്ധത, അതിനകത്തിരിക്കുന്ന എന്തെങ്കിലും വൈറസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിക്കാൻ നമ്മൾ വെള്ളത്തെ തിളപ്പിക്കണോ. അതുപോലെ ചൂട് വരുമ്പോ ഈ ശരീരം, ആ ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്താണ്? രണ്ട് ഉപയോഗമാണ്. ഒന്ന്, ദേവതകളുടെ എല്ലാം അനുഗ്രഹം കിട്ടണു. രണ്ട്, ആ ചൂട് കൊണ്ട് നമ്മൾ ശുദ്ധമാകണം. അപ്പൊ ഈ രണ്ട് ചൂടുവെള്ളത്തിന് ഇതാണ്. അതൊരിക്കലും എന്താ പറയുക, ശുദ്ധമാണ്. അപ്പൊ ഈ ജലസ്നാനം അമ്മയ്ക്ക് കൊടുക്കുന്നത് എന്തിനാണ്? നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടാൻ. നമ്മൾ വളരെ ക്ഷീണിച്ച് ടയേർഡായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്നാനം കിട്ടുമ്പോൾ നമ്മൾ വളരെ വിഗ്രസ് ആയിട്ട്, ഒരു കുളി കഴിയുമ്പോൾ നല്ലൊരു ഉന്മേഷം കിട്ടി എന്ന് എല്ലാവരും പറയും. ആ ഉന്മേഷം എവിടെയാ കിട്ടുന്നത്? മനസ്സിനാണ്, ശരീരത്തിനല്ല. മനസ്സ് തളർന്നിരുന്ന ശരീരം തളരും. ഈ ഒരു വിഗറസ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ വിഗർ എന്ന് പറയുന്ന ശക്തി എവിടുന്നാ കിട്ടുന്നത്? മനസ്സിൽ നിന്ന്. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി? ഇതിനകത്തിരിക്കുന്ന ഭഗവാന്, ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ആത്മാവിന് ഒരു അഭിഷേകം കൊടുത്തു. ആത്മാവിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദേവതകൾക്കും എന്താ പറയാ, ഒരു ഉണർവ് കൊടുത്തു. അപ്പൊ നമ്മുടെ മനസ്സ് ശുദ്ധമായി,
മനസ്സ് ആക്ടിവേറ്റഡ് ആയി, ഒരു വിഗർ വന്നു അല്ലെ, ആ ശരീരം കൂടുതൽ ആ ഒരു പഴയ ജോലി ചെയ്യാനുള്ള ഊർജ്ജം. എപ്പോഴും എല്ലാവർക്കും കുളിച്ചു കഴിഞ്ഞ് നല്ലൊരു സുഖമാണ്, പ്രത്യേകിച്ച് തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ദേവിക്ക് ഇവിടെ ഉഷ്ണോദക സ്നാനം എന്ന് പറയുന്ന ഈ ഒരു 7ാമത്തെ ഉപചാരം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ചൂടിന്റെയും കൂടെ. എന്താണ് ചൂട് നമുക്ക് തരുന്നത്? ശുദ്ധമാക്കുക നമ്മളെ. അപ്പൊ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇതുവരെ ആ ദിവ്യ സ്നാനം കൊടുക്കുന്ന അവസരത്തിൽ എന്തായിരുന്നു കൺഫ്യൂഷൻ, ഡൗട്ട്. ശ്രീവിദ്യ ഉപാസനയെ കയറി എങ്ങനെ ഉപാസിക്കും, ഈ ദേവി ആരാണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ, എന്നെ കൊണ്ട് കഴിയുമോ? ഒരു പാത്തിലോട്ട് കയറുമ്പോ കുറെ കാര്യങ്ങൾ പറയുന്നു, ബാഹ്യപൂജ, ആന്തരപൂജ, മറ്റത് മറിച്ചതെന്നൊക്കെ. ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെ. ആ കൺഫ്യൂഷനും ഡൗട്ട്സും എല്ലാം എന്താണ്, ശരിക്കും പറഞ്ഞാല് നമുക്കൊരു നമ്മുടെ സാധനയെ നല്ലതായിട്ട് കൊണ്ടുപോവില്ല. അപ്പൊ നല്ലൊരു സ്നാനം ദേവിക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ്, നല്ലൊരു സുഖം, മനസ്സിന് ശാന്തത കിട്ടി. നമ്മുടെ സാധനയില് മുമ്പോട്ട് നമുക്ക് സാധന നന്നായിട്ട് മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു, എന്റെ സാധന ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും, ദേവി എന്റെ കൂടെ ഉണ്ടാവും. നമുക്ക് എങ്ങനെയാണ് നമ്മളത് കൊണ്ടുപോകുന്നത്? നമ്മുടെ പരമ്പര നിർദ്ദേശിച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ ശ്രീവിദ്യ ഉപാസനയില് നമുക്ക് എന്താണ്, വേദങ്ങള്, ഇല്ലെങ്കിൽ നമുക്ക് ദുർഗാസൂക്തം, ഗായത്രി മന്ത്രം, മൃത്യുഞ്ജയം, ഇതൊക്കെയാണ് അഭിഷേക സമയത്ത് ശ്രീചക്രത്തില് ജലമൊഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ദുർഗാസൂക്തം, ശ്രീസൂക്തം, ഗായത്രി മന്ത്രങ്ങള്, മൃത്യുഞ്ജയം. എന്താണ് ഇതൊക്കെ? ദേവിയുടെ ശക്തി, അതായത് നമ്മുടെ ആ ഒരു ശക്തിക്ക്, അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയും ഈ പറയുന്ന നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുന്ന ശക്തിയും ഒന്നാണ്. ആന്തരിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. മൃത്യുഞ്ജയം ഈ ശരീരമല്ല, എന്റെ ഉള്ളിലിരിക്കുന്നതാണ് അല്ലെ. ഉർവാരികമവ ബന്ധനാത്, മൃത്യുഞ്ജയ മന്ത്രം. പഞ്ചാമൃതം ഒഴിക്കുമ്പോ ദുർഗാസൂക്തം, ജാതവേദസ്, ചൂട്. എന്താ ശരിക്കും പറഞ്ഞാൽ തപസാ ജ്വലന്തി, തപസ്സുകൊണ്ട് ജ്വലിക്കുന്ന ദുർഗാദേവിയാണ് ദുർഗാസൂക്തത്തിൽ പറയുന്നത്. ഗായത്രി മന്ത്രം, ഗായത്രിയുടെ 4ാമത്തെ തലമായിരിക്കുന്ന ശ്രീവിദ്യാ മന്ത്രം. ഇങ്ങനെ ഓരോന്നും നമ്മള് അഭിഷേകം, ചൂടുവെള്ളത്തിൽ കൂടെ ദേവിക്ക് അഭിഷേകം ചെയ്യുമ്പോൾ, നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി, എന്താ പറയുക, ഈ വെളിയിൽ ചെയ്യുന്ന ഓരോന്നിലൂടെയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് കൺഫ്യൂഷൻ ഇല്ല, എന്റെ ഡൗട്ട്സിനെയൊക്കെ ക്ലിയർ ചെയ്ത് എന്നെ ഈ സാധനയിൽ നിർത്താൻ എന്നെ സഹായിക്കണു. ദേവിക്ക് എങ്ങനെയൊക്കെ, ഏതൊക്കെ കലശത്തിലാണ് നമ്മൾ കൊടുക്കാറ് അഭിഷേകം? അമൃത കലശാഭിഷേകം സമർപ്പയാമി, ഹിരണ്യാഭിഷേകം സമർപ്പയാമി, സുവർണാദി അഭിഷേകം സമർപ്പയാമി, ദിവ്യ മംഗളാഭിഷേകം. എന്തൊക്കെ പറഞ്ഞിട്ട് അമ്മയ്ക്ക് അഭിഷേകം ചെയ്യണത്? ഇതിന്റെ എല്ലാം നോക്കൂ. മഹാഭിഷേകം സമർപ്പയാമി. ചിലർ 7 അഭിഷേകം കൊടുക്കും, ചിലർ 21 അഭിഷേകം കൊടുക്കും. ഈ അഭിഷേകം എന്നുള്ള വാക്കിന്റെ അർത്ഥം, അതിനകത്തിരിക്കുന്ന ദേവതകളെല്ലാം തൃപ്തരായി നമുക്ക് യഥാർത്ഥ സ്വസ്വരൂപത്തെ കാണിച്ചു തരിക. അമൃതാഭിഷേകം എന്ന് പറഞ്ഞാൽ അമൃതമായിരിക്കുന്ന ജീവൻ, നമ്മുടെ ഉള്ളില് നാശമില്ലാതിരിക്കുന്ന അമൃതത്വത്തിലേക്ക് എന്നെ കൊണ്ടുപോട്ടെ. ഹിരണ്യാഭിഷേകം, ഹിരണ്യം സ്വർണം അല്ലെ, ആ സ്വർണ്ണപാത്രത്തിൽ അഭിഷേകം ചെയ്യണു അമ്മയ്ക്ക്. സ്വർണം എന്താ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വിലപ്പെട്ടായിരിക്കും. സ്വർണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഈശ്വരനുമായിട്ട് കണക്റ്റഡ് ആണ് സ്വർണം. ആ സ്വർണ്ണപാത്രത്തിൽ കൊടുക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട വസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നു നമ്മുടെ ശരീരത്തിൽ. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ത്യജിക്കേണ്ടതാണ്. സുവർണാദി അഭിഷേകം, ദിവ്യ മംഗളാഭിഷേകം, ഇങ്ങനെ ഓരോ അഭിഷേകവും ദേവിക്ക് കൊടുക്കുമ്പോൾ അത് അവസാനം എന്തായിട്ട് തീരണു? മഹാഭിഷേകം. കാരണം എന്താ, ഇപ്പൊ മഹത്തായിരിക്കുന്ന അഭിഷേകമായിട്ട് തീരുന്നത്? ലിമിറ്റഡ് ആയിരിക്കുന്ന അഹം എന്ന് പറയുന്ന ഞാൻ എന്തായിട്ട് തീർന്നു? മഹത്തായിരിക്കുന്ന ആ ശക്തിയുടെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കണം? നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇതിനകത്തോട്ട് വന്നപ്പോൾ? ഞാൻ ആരെന്നുള്ള ചോദ്യം അല്ലെ. ആത്മാന്വേഷണ കുതികയായിട്ടുള്ള ഒരു ഭക്തനാണ് ഇതിനകത്തോട്ട് വന്നത്. അമ്മയ്ക്ക് ഓരോ മന്ത്രങ്ങൾ ജപിച്ചപ്പോ, ദുർഗാസൂക്തം ജപിച്ചപ്പോ, ഗായത്രി ജപിച്ചപ്പോ, മൃത്യുഞ്ജയം ജപിച്ചപ്പോ, ഓരോ അഭിഷേകങ്ങളും ശ്രീചക്രത്തിൽ ചെയ്തപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ആത്മജ്ഞാനം ഉണ്ടായി. ഞാൻ എന്താ? ഈശ്വരൻ, ഈ അഹം എന്ന് പറയുന്ന ഈ ശരീരത്തിനകത്തിരിക്കുന്ന ഈ ചെറിയ ഞാൻ ആ വലിയ ഞാനിന്റെ ഭാഗമാണ്. അപ്പൊ അഹം എന്നുള്ളതാണ് അവസാനം നമ്മൾ മഹാഭിഷേകം സമർപ്പയാമി എന്ന് പറയുന്നത്. മഹത്തായിരിക്കുന്ന അഭിഷേകം കൊണ്ട് എനിക്ക് മനസ്സിലായി, അമ്മ ഈ ലിമിറ്റഡ്, ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ, ഞാൻ ശരീരത്തിലിരിക്കുമ്പോൾ ലിമിറ്റഡ് ആയിരിക്കാം, പക്ഷെ ശരീരബോധം വിടുമ്പോ, ഇല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോ ഞാൻ മഹത്തായിരിക്കുന്ന സത്യത്തെ മനസ്സിലാക്കി. ഏതിലൂടെ? ഈ ഉപാധിയിലൂടെ അല്ലെ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞ എന്താ പറയാ,
ഈ ഉഷ്ണോദക സ്നാനം എന്ന് പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു ചെറിയ തത്വബോധം നമുക്ക് ഇതിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാം തന്നെ നമ്മുടെ യഥാർത്ഥ രൂപം തിരിച്ചറിയാതെ മിഥ്യ ആരോപണങ്ങളിലാണ് ഇരിക്കുന്നത്, അല്ലെ? നമ്മൾ ഉഴറിക്കൊണ്ടിരിക്കുക. എപ്പോ ഗുരു വന്ന് നമ്മളെ നിർബന്ധമായിട്ട് യഥാർത്ഥ രൂപത്തെ കാണിക്കണോ അപ്പോൾ മാത്രമാണ് നമുക്ക് സ്വസ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റുക. അതുകൊണ്ട് ഗുരുവിന് ഇത്രയും പ്രാധാന്യം ഇതിനകത്ത്. കാരണം അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥ ശക്തി ഭൈരവന്റെയാണ്. അകാരം മുതൽ ക്ഷകാരം വരെയുള്ള 51 അക്ഷരങ്ങള്, അതിൽ ആ മുതൽ അഹ വരെയുള്ള സ്വരാക്ഷരങ്ങള് ബീജാക്ഷരങ്ങൾ എന്നാ പറയുന്നത്. ഈ ബീജങ്ങൾ വീണ് മുളയ്ക്കുന്ന യോനിയാണ് ഈ വ്യഞ്ജനാക്ഷരങ്ങളില്. ഇപ്പൊ കകാരം മുതൽ ക്ഷകാരം വരെ. ഇപ്പൊ ബീജാക്ഷരങ്ങൾ ഇല്ലാതെ ഒരു വാക്ക് നമുക്ക് ഉച്ചരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ കാ മുതൽ ക്ഷ വരെ ഗർഭപാത്രമാണ്. ആ അക്ഷരങ്ങളിൽ ലിപിയല്ല. ഇപ്പൊ നാശമില്ലാത്ത ശബ്ദത്തെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാല് ശിവപൊരുൾ അറിയാൻ ഒരു നവാത്മഭേദനം അത് നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. എന്തെന്ന് വെച്ചാല് ആ ആവരണങ്ങള്, 9 ആവരണങ്ങളാണ് നവാത്മഭേദനം എന്ന് പറയുന്നത്. ആ 9 ആവരണങ്ങളിലൂടെ നമ്മുടെ ജീവൻ കടന്നു പോകണം. ഒന്നിൽ നിന്ന് 1, 2, 3 ഉള്ള ക്രമത്തില് 9ാമത്തെ തത്വത്തിലേക്കുള്ള പ്രയാണത്തെയാണ് നമ്മൾ ആവരണ മാറ്റം എന്ന് പറയുന്നത്. എന്താണത്? പ്രകൃതി, അല്ലെ? നമുക്ക് ആദ്യം നോക്കിയ പ്രകൃതി, ശിവൻ, പുരുഷൻ, ശക്തി, പ്രകൃതി. ഇവ പുരുഷൻ എന്ന് പറഞ്ഞാല് ജീവാത്മാവ്, സ്ത്രീയും പുരുഷനും അല്ലാതെ ഈ പുരത്തിൽ ശയിക്കുന്നത്. 2 പുരുഷൻ എന്ന് പറഞ്ഞാല് ശിവൻ ശക്തിയാകുന്ന കണ്ണാടിയിലെ പ്രതിബിംബിക്കുമ്പോൾ അത് പുരുഷനാണ്. പിന്നെ മായ ഉണ്ടാക്കുന്ന കാലം, കല, രാഗം, വിദ്യ 3ാമത്തെ തലം. 4ാമത്തെ തലം എന്താണ്? പുരുഷനെയും പ്രകൃതിയും ഭേദം ഉണ്ടാക്കുന്ന ഈശ്വരന്റെ സ്വതന്ത്ര ശക്തി. അതിനെയാണ് നമ്മൾ മായ എന്ന് പറയുന്നത്. പ്രകൃതി എന്നാൽ ഭൗതികമായിരിക്കുന്ന എല്ലാത്തിന്റെ ഇരിപ്പിടവും കാരണവുമാണ്. ഈ മായയാണ് നമുക്ക് ഉണ്ടാക്കുന്ന ഭ്രമം, അല്ലെ? അപ്പൊ ശിവന്റെ സ്വരൂപ ശക്തിയാണ് മായ എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ മായയുടെയും പ്രകൃതിയുടെയും കർത്തവ്യം ഒന്നല്ല. കാരണം അളക്കാൻ പറ്റാത്തതിനെ അളന്നു കാണിക്കുന്നതിനെയാണ് മായ എന്ന് പറയുന്നത്. ഇത് 4ാമത്തെ തലം. മായ അല്ല പ്രകൃതി. കാരണം അളക്കാനാവാത്തത് അളക്കുന്നത് ശിവൻ എന്ന് പറയുന്ന ഈ അഖണ്ഡ ബോധം, അതായത് പുരുഷൻ എന്ന ബോധത്തിൽ തളച്ചിടുന്നതാണ്. അപ്പൊ കാലത്തെ ഉണ്ടാക്കുന്ന ശിവനെ കാലത്താൽ കെട്ടിയിടുന്ന പുരുഷനാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുന്നത് കാലമല്ല. അപ്പൊ അളവില്ലാത്ത അവിദ്യയെ അളക്കാവുന്ന വിദ്യയാക്കി മാറ്റുന്നു. അപ്പൊ എന്തും നടത്താനുള്ള ആ ഒരു ഇച്ഛ, അതാണ് രാഗം എന്ന് പറയുന്നത്. അളവില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവിനെ ചുരുക്കി ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കലയാക്കി മാറ്റുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചുരുങ്ങി 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 നമ്മുടെ ചെറിയ ശരീരത്തിനുള്ളിലോട്ട് വരികയാണ്, അല്ലെ? ഒന്നിനെ കൊണ്ടും തളയ്ക്കാൻ പറ്റാത്ത ശിവനെ എന്ത് ചെയ്തു? നിയതിയാൽ തളയ്ക്കപ്പെടുന്നു. ഇതൊക്കെ വിട്ട് ശുദ്ധ ജ്ഞാനത്തിന്റെ തലം നോക്കുകയാണെങ്കിൽ 5ാമത്തെ തലം, അതിനെയാണ് നമ്മൾ ശുദ്ധ വിദ്യ എന്ന് പറയുന്നത്. അപ്പൊ സർവജ്ഞാനത്തിന്റെയും ക്രിയയുടെയും തലമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അറിവിന്റെ പ്രായോഗികമായിട്ടുള്ള ക്രിയ 7ാമത്തെ തലം സദാശിവൻ. 8ാമത്തെ തലം എന്ന് പറയുന്ന ശക്തിയാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ള ശക്തി. അപ്പൊ എല്ലാത്തെയും കൈയാളുന്ന ശക്തി, അതായത് ആ ശക്തി എവിടെ ചെന്ന് ലയിക്കണു? ശിവനില്. അപ്പൊ അങ്ങനെ ഒന്നിൽ നിന്ന് ഉയർന്ന് സ്വയം ശിവനാണ് താൻ എന്നുള്ള ഒരു സാക്ഷാത്കാര പദത്തിലേക്ക് അതെങ്ങനെയാ നമ്മൾ പോവുക? ഇതിൽ നിന്ന് പര, അപര, പരാത്പര, ഇങ്ങനെ നമ്മൾ തിരിച്ച് സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ. നമ്മുടെ യാത്ര എവിടെ നിന്ന് തുടങ്ങുന്നത്? ഏറ്റവും താഴെ ഇരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന്, അല്ലെ? അപ്പൊ അവിടെ നിന്ന് അപരാപ്രകൃതിയിൽ നിന്ന് പര, അതിൽ നിന്ന് പരാത്പര. അപ്പൊ ഈ 9 ആവരണങ്ങളെ കടന്നു പോവുക. ഈ ശരിക്കും ഉഷ്ണോദക സ്നാനം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു വ്യക്തമായിരിക്കുന്ന ഈ വ്യത്യാസത്തെ നമ്മൾ അറിഞ്ഞുകൊള്ളണം. അപ്പോ നമുക്ക് സ്നാനം എന്ന് പറയുന്ന സർവ ദേവതകളും ഇരിക്കുന്ന ജലം, ആ ജലത്തെ ചൂടാക്കിക്കൊണ്ട് ദേവിക്ക് ദുർഗാസൂക്തം, ഗായത്രി, മൃത്യുഞ്ജയമുള്ള മന്ത്ര സാധന കൊണ്ട് നമ്മൾ നമ്മുടെ സ്വസ്വരൂപത്തെ കൂടുതൽ വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കണം. ഈ ദുർഗാസൂക്തം ഓരോ പ്രാവശ്യം ജപിക്കുമ്പോഴും നമ്മുടെ ഉള്ളില് അനേകം കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഇല്ലാതായിട്ട് തീരും. ദേവിക്ക് ഓരോ അഭിഷേകം കൊടുക്കുമ്പോഴും നമ്മുടെ ഈ പറയുന്ന നമ്മൾ ചെറുതെന്ന് കരുതിയിരുന്ന നമ്മുടെ ആത്മാവ്, ആ ഒരു അഹം എന്ന് പറയുന്ന ബോധം നമ്മൾ എന്തിലാണോ വച്ചിരുന്നത്, ഈ ചെറിയ ശരീരത്തിലും ഈ ഒരു വീട്ടിലും കുറച്ച് പ്രമാണത്തിലും വച്ചിരുന്ന നമ്മൾ എന്തായിട്ട് മാറി? മഹത്തായിട്ട് മാറി. ഇപ്പൊ നമ്മൾ എവിടെയോട്ടാണ് സഞ്ചരിക്കുന്നത്? 7 കാര്യങ്ങൾ ദേവിക്ക് കൊടുത്തപ്പോ തന്നെ നമ്മള് കുറെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, അല്ലെ? ഹൂ ആം ഐ? അപ്പൊ ഞാൻ അഹമല്ല, മഹത്തായിരിക്കുന്ന തത്വമാണെന്നെങ്കിലും പറയേണ്ട തലത്തിൽ നമ്മൾ എത്തി. 7ാമത്തെ ഉഷ്ണോദക സ്നാനം കഴിഞ്ഞപ്പോ അടുത്ത സ്നാനം ദേവിക്ക് കൊടുക്കുന്ന വീണ്ടും സ്നാനം തന്നെയാണ്. അഭിഷേകം അമ്മയ്ക്ക് കൊടുക്കുന്നതല്ല, അഭിഷേകമാണ്, അല്ലെ? സ്നാനം എന്ന് നമുക്ക് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സ്നാനം കൊടുത്തു.
ആ ദിവ്യ സ്നാനം കൊടുത്തു. പിന്നെ നമുക്ക് ഉഷ്ണോദക സ്നാനം കൊടുത്തു. ഇനി കൊടുക്കാൻ പോകുന്നതെല്ലാം അഭിഷേകമാണ്. അടുത്തത് എന്താണ്? അടുത്തത് കനക കലശാച്യുത സകല തീർത്ഥാഭിഷേകം. കനക കലശ അച്യുത സകല തീർത്ഥാഭിഷേകം എന്ന് പറഞ്ഞാല് സുവർണ കലശങ്ങളിൽ, സ്വർണ പാത്രങ്ങളിൽ ശേഖരിച്ച സർവ പുണ്യ നദീജലത്താലുമുള്ള അഭിഷേകം. നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ ഇവിടെ നമ്മുടെ ശ്രീചക്ര പൂജയ്ക്ക് ഗംഗയെ ചെയ്വ യമുനെ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധം കുരു. ഈ 7 നദിയിലെ ജലങ്ങളും എന്റെ ഈ ചെറിയ കിണ്ടിയിലിരിക്കുന്ന ജലത്തില് ആവിർഭൂതയാവട്ടെ എന്ന് പറഞ്ഞു മോതിര വിരൽ കൊണ്ട് തൊട്ട് ജപിക്കുമ്പോൾ നമ്മുടെ സങ്കല്പം എന്താണ്? ഗംഗ മുതലുള്ള 7 നദികള് ഈ ചെറിയ പാത്രത്തിനകത്തിരിക്കുന്ന കലശത്തിനകത്തിരിക്കുന്ന ജലത്തെ പവിത്രീകരിക്കട്ടെ. എന്താ ഈ ജലത്തിന്റെ, നമ്മളിപ്പോ കണ്ടു അല്ലേ, എല്ലാ ദേവതമാരും ജലത്തില് സന്നിഹിതമാണ്. അപ്പൊ ദേവിക്ക് ഇപ്പൊ നമ്മൾ എന്താ കൊടുക്കാൻ പോകുന്നത്? കനക കലശം, സ്വർണ കലശത്തില് സകല തീർത്ഥം. സകല തീർത്ഥം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള, നമുക്കറിയാം ഗംഗ എന്ന് പറയുന്ന ശിവന്റെ ജടയിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവാഹം എന്ന് പറയുന്നത് ആകാശഗംഗയാണ് അല്ലെ. ആകാശത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് അല്ലെ. വിഷ്ണു പാദത്തിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം. അത് ശിവന്റെ ജടയിലൂടെ ജ്ഞാനഗംഗയായിട്ട് സർവ്വ പാപങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രപഞ്ചത്തില് സഗരൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം തപസ് ചെയ്ത് എന്ത് ചെയ്തു? ഈ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു തന്റെ പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാൻ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യനും ഗംഗാ സ്നാനം കൊണ്ട് ശുദ്ധരാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഗംഗയെ പോലെ ഉയർന്ന തലത്തിലിരിക്കുന്ന ആ ഒരു വിഷ്ണു പാദത്തിൽ നിന്ന് ഗംഗ താഴേക്ക് ഒഴുകി വന്നു. എന്താണ്? നമ്മുടെ വേദങ്ങളാകുന്ന ഉപനിഷത്തുകളാകുന്ന അറിവ്, അത് ഉയർന്ന തലമാണ്. നമ്മുടെ താഴ്ന്ന ഹൃദയമാകുന്ന അറിവില്ലാത്ത നമ്മളിലേക്ക് ഗംഗാ പ്രവാഹമായിട്ട് ആ ജ്ഞാനമാണ് ഒഴുകി വരുന്നത്. അല്ലാതെ വെള്ളത്തിൽ പോയി കുളിക്കുക എന്നല്ല. വെള്ളത്തിൽ കുളിച്ചാലും ശുദ്ധമാണ്. ഗംഗയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കാരണം എല്ലാ തീർത്ഥങ്ങളിലും ഏറ്റവും ഈ 7 സപ്തസമുദ്രങ്ങളും വളരെ ഉയർന്നതാണ്. ഇപ്പൊ നമ്മൾ ദേവിക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ്? കനക കലശം, ഏറ്റവും ഉയർന്ന സ്വർണ്ണ ഒരു കലശത്തില് എല്ലാ, അതായത് സ്വർണ്ണ പാത്രത്തില് നമ്മുടെ എല്ലാ ജലങ്ങളും 7 സമുദ്രത്തിലെ ജലങ്ങളെ നിറച്ചുകൊണ്ട് ദേവിക്ക് ദിവ്യാഭിഷേകം കൊടുക്കാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ എല്ലാ ഫോൾട്ട്, നമ്മൾ ഇതുവരെ ഒരുപാട് കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും. ഈ ജന്മം മാത്രമല്ല, അനേക ജന്മങ്ങൾ. സകല പാപഹരിണിയാണ് ജലം ഇല്ലേ. ഗംഗാദേവി, ഗംഗയെ ചെയ്വ യമുനെ ചെയ്വ, ഗംഗയ്ക്ക് പ്രത്യേകം ആരതിയുണ്ട്, ഗംഗാ സഹസ്രനാമമുണ്ട്. ഗംഗയ്ക്ക് പ്രത്യേകം നമ്മൾ കുളിക്കുമ്പോ ഗംഗാ സ്നാനമാക്കി മാറ്റാൻ പറയുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഗംഗ എന്താ? ഓം ഹ്രീം ഗംഗയെ നമ എന്ന് പറഞ്ഞിട്ട് ഗംഗയെ നമ്മൾ എല്ലാ ശ്രീവിദ്യ ഉപാസകരും ഗംഗയെ വണങ്ങണം എന്ന് പറയുന്നുണ്ട്. എന്താ? ശിവഗംഗയാണ്. ശിവന്റെ ജടയിലിരുന്നതാണ്. ശിവൻ ആത്മതത്വമാണ്. ആ ജലത്തിൽ കുളിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ജ്ഞാനം ലഭിക്കും. നമ്മുടെ സഹസ്രാര പത്മത്തിലാണ് ജലം ഒഴിക്കുന്നത് അല്ലെ. അവിടെ ഇരിക്കുന്ന ശിവനും ദേവിക്കും നമ്മൾ അഭിഷേകം കൊടുക്കുകയാണ് ഓരോരുത്തരും കുളിക്കുമ്പോ. ഓം ഹ്രീം ഗംഗാ പരമേശ്വരിയെ നമ്മൾ ഇനി വരുന്ന നാമത്തിൽ അത് വരുന്നുണ്ട് ആ മന്ത്രം. കുളിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഓം ഹ്രീം ഗംഗാ പരമേശ്വരിയെ നമ, ഇല്ലെങ്കിൽ തർപ്പയാമി, കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ ഗംഗയ്ക്ക് തർപ്പണം ചെയ്യുന്നുണ്ട്. എന്തിനാ? ഈ സാധാരണ ജലം, ഒരു കിണറ്റിൽ നിന്ന് വരുന്ന ജലമായിക്കോട്ടെ, പൈപ്പിൽ നിന്ന് വരുന്ന ആയിക്കോട്ടെ, എല്ലാം ജലമാണ്. ജലത്തിന് അഴുക്കുകൾ കളയാനുള്ള ഒരു വലിയ കഴിവുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാ ദേവതകളും അതിനകത്ത്, നമ്മള് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അനേക ജന്മങ്ങളിൽ ചെയ്തത് കൊണ്ടാണ്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യ ജന്മം എടുത്ത് നമ്മളെല്ലാം തെറ്റുകുറ്റങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ല. ഇങ്ങനെ ഒരു ശരീരം നമുക്ക് കിട്ടൂല്ല അല്ലേ. പക്ഷെ കിട്ടിയത് കൊണ്ട് എന്താ? നമുക്ക് ഒരു ഉപാധി കിട്ടി അല്ലെ. നമുക്കൊരു സാധകന് ദേവിയെ അറിയാനുള്ള അവസരം കിട്ടി. അപ്പൊ നമ്മള് ഒരുപാട് തെറ്റുകുറ്റങ്ങള് അറിഞ്ഞും അറിയാൻ ചെയ്ത ആ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട്, അല്ലയോ അമ്മേ, അമ്മയുടെ ശക്തിപാദം അനുഗ്രഹം എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് അമ്മയുടെ മന്ത്രം ജപിച്ച് ഈ കനക കലശത്തില് സർവ്വ തീർത്ഥങ്ങളിലെയും ജലം വെച്ച് ദേവിക്ക് അഭിഷേകം കൊടുക്കുക. അപ്പോ ഈ എല്ലാ തീർത്ഥങ്ങളെന്ന് പറയുന്നത് എന്താ? ഈ 7 സമുദ്രങ്ങൾ, 7 നദികളെയാണ് ഏറ്റവും വലിയ തീർത്ഥങ്ങൾ എന്ന് നമ്മൾ പറയാറുള്ളത്. കാരണം നമ്മുടെ ആ ഒരു സ്പിരിച്വൽ പവർ എന്ന് പറയുന്നത്, ആത്മീയ ജ്ഞാനം എല്ലാം നദീതടങ്ങളിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? അവിടെ നദീതടങ്ങളിലാണ് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്താ സംസ്കാരം എന്ന് പറയുന്നത്? സംസ്കരിച്ചു വെക്കുക. നമ്മളെ ഇപ്പം ഒരുപാട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, സംസ്കരിച്ചു വെക്കാറുണ്ട് ഇല്ലേ. പഞ്ചസാരയില് ഉപ്പിലൊക്കെ ഇട്ട് നമ്മൾ ഇല്ലാത്ത സമയത്ത് അതെടുത്ത് ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ഈ ഭാരതം ഇന്ന് നിലനിൽക്കുന്നത് ഒരു സംസ്കാരത്തിന്റെ ബേസിലാണ്.
ആ സംസ്കാരം എങ്ങനെയാ വളർന്നു വന്നത്? ഈ നമ്മുടെ ഭാരതീയ ഋഷിമുനിമാരിലൂടെ. അവരെല്ലാം ഓരോ സിന്ധു നദീതട സംസ്കാരം, ഗംഗാതട സംസ്കാരം, കാവേരി, തുംഗഭദ്ര, ഓരോ നദിയുടെ കരയിലും ഓരോ ഋഷിമുനിമാര്, ഈ പറയുന്ന വേദവ്യാസൻ ഉൾപ്പെടെയുള്ള അനേക ഋഷിമുനിമാര് തപസ് ചെയ്ത് അവരുടെ തപശക്തിയുള്ള സ്ഥലങ്ങളാണ് ഈ നദീതടങ്ങളെല്ലാം തന്നെ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന എല്ലാ നദികളിലും ആ സംസ്കാരത്തിന്റെ, കാരണം ആ പരിസരം ശുചിയാവണു, അതിൽ ആ ജലത്തിൽ ആ വൈബ്രേഷൻ ഉണ്ടാകണു, അവർ ജപിക്കുന്ന മന്ത്രത്തിന്റെ, അവരുടെ ചിന്തകളുടെ. ഒരാൾ എവിടെ ഇരിക്കുന്നു ആ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം ആ വീട് എങ്ങനെയാണെന്നുള്ളത്. കാരണം അവന്റെ ചിന്തയുടെ വൈബ്രേഷൻസ് അവിടെ ഉണ്ടാവും, അല്ലെ? നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തികളും. അപ്പൊ ഈ സേക്രഡ് റിവേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന നദികൾക്ക് ഇത്രയും പ്രാധാന്യം കാരണം ഓരോ സംസ്കാരങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ആധ്യാത്മിക സംസ്കാരങ്ങളെല്ലാം തന്നെ നദീതടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ നമുക്ക് ഇന്ന് ഏത് ഒരു യാഗം എടുത്താലും ഒരു ക്ഷേത്രത്തിൽ വലിയ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഗംഗയിലെ ജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തു. എന്താ ഇവിടെ ജലം ഇല്ലാത്തതുകൊണ്ടാണോ? ഗംഗയിലെ സപ്തസമുദ്രങ്ങളിലെ പല യാഗങ്ങൾക്കും ഞാൻ കണ്ടിട്ടുണ്ട്, അതൊരു ഘോഷയാത്രയായിട്ട് ചെറിയ കലശങ്ങളിൽ അവിടുന്ന് വെള്ളം കൊണ്ടുവരും. കാരണം എന്താണ്? നമ്മുടെ ഋഷിമുനിമാര്, ഹോളി സേജസ് അല്ലെ, ഡിവൈൻ ബീയിങ്സ് എന്നൊക്കെ നമ്മൾ പറയും. ആ ഒരു എന്താ പറയാ, ഹിമാലയത്തിലൊക്കെ തന്നെ അമൃത സരസിൽ ഇപ്പോഴും രാത്രി കാലങ്ങളിലെ പൗർണമി ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രകാശ പുഞ്ചങ്ങൾ വന്ന് അതിനകത്ത് കുളിക്കുന്നത് കാണാറുണ്ട് ആളുകൾ, കണ്ടിട്ടുള്ളവരും ഉണ്ട്. എന്താ അതിന് കാരണം? ട്രഡീഷണലി ഭാരതത്തിൽ അങ്ങനെ ഒരു സംസ്കാരമുണ്ട്. കാരണം എല്ലാ ദിവ്യമായിട്ടിരിക്കുന്ന ഋഷിമുനിമാര് ഇല്ലെങ്കിൽ ദിവ്യമായിട്ടിരിക്കുന്ന ആളുകളെല്ലാം ഈ പറയുന്ന തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യും. അവരുടെ ഒരു ശക്തി, നമ്മൾ ശരിക്കും പറഞ്ഞാല് അവരുടെ ശക്തി, അവരുടെ ആ ഒരു തപോബലം കൊണ്ട് ഇന്നും ഭാരതം ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ അവരുടെ ശക്തിക്ക് നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. ഈ ഗംഗയ്ക്ക് അല്ലെങ്കിൽ കാവേരിക്ക്, യമുനയ്ക്ക് ഒക്കെ എന്താ ഒരു നമ്മളെ ശുദ്ധമാക്കാൻ, നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ടെന്ന് നമ്മൾ ഈ ഭാരതീയ പൈതൃകത്തിൽ ജനിച്ച നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും ബാഹ്യമായിട്ടുള്ള ജലം കൊണ്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങള്, നമ്മുടെ എന്താ പറയാ പാപ പരിഹാരാർത്ഥം 7 സമുദ്രത്തിൽ മുങ്ങാനൊക്കെ പറയാറുണ്ട് അല്ലേ? ആ ജലത്തിൽ കുളിക്കുക. അപ്പൊ നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ഈ ഒരു അഴുക്കുകള് നമ്മളുണ്ട്, നമുക്ക് ശുദ്ധമാകണം എന്നുള്ള മനസ്സിന്റെ ഇതുകൊണ്ടാണല്ലോ നമ്മൾ പോയി കുളിക്കുന്നത്. അപ്പൊ കുളിക്കുമ്പോൾ ബാഹ്യമായിട്ട് തന്നെ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകും. നമ്മുടെ ഗംഗയിൽ കുളിച്ചു കഴിയുമ്പോൾ ഞാൻ പവിത്രമായി എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ വരും. എന്താണ് നമുക്ക് സട്ടിലായിട്ട് വരുന്നത്? നമ്മുടെ ഉള്ളില്, നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? മായിക ആണവ മായിക കാർമിക മലങ്ങള് ഇല്ലാതാക്കുക. ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണക്കുടത്തില് വെള്ളം അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് മാറുന്നത്? സ്വർണം എന്ന് പറയുന്നത് ഈശ്വര സംബന്ധിയായിട്ട് ഒരുപാട് അർത്ഥമുണ്ട് സ്വർണത്തിന്. ഹിരൺമയേന പാത്രേന, ഇല്ലെങ്കിൽ ഹിരണ്യവർണ്ണാം ഹരിണിയും, എല്ലാം സ്വർണവുമായിട്ട് ദേവിയെ ബന്ധപ്പെടുത്തിയിരിക്കുക. അപ്പൊ നമ്മുടെ ആണവ കാർമിക മായിക മലങ്ങള് ഈ സ്വർണ്ണക്കുടത്തിൽ അഭിഷേകം ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. സങ്കല്പമാണ് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്, അല്ലെ? അപ്പോ ഈ പറയുന്ന സ്വർണം എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പോട്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കലശം എന്ന് പറഞ്ഞാല് അതിന് നമ്മളൊരു നാമരൂപം കൊടുക്കുകയാണ്. നാമരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാല് നമ്മളൊരു സ്വർണ്ണ കുടത്തിൽ അഭിഷേകം ചെയ്യുക, അത് പറഞ്ഞു തരാൻ, നമുക്കത് ചെയ്യിപ്പിക്കാൻ ആരാണ്? അവിടെ നാമരൂപം വന്നു, അല്ലേ? ശരിക്കും സ്വർണ്ണ കലശം എന്ന് പറയുന്നത് ഗുരുവിനെയാണ് കാണിക്കുന്നത്, ഗുരു പരമ്പര. നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം പറഞ്ഞു തന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച്, നമ്മുടെ ഈ ഓരോ സ്നാനങ്ങൾ ചെയ്യിപ്പിച്ച് ഈശ്വരനുമായിട്ട് അടുപ്പിക്കുന്ന ഏക ആ വ്യക്തിയാണ് നമ്മൾ ഗുരു എന്ന് പറയുന്നത്. നമുക്ക് നല്ലത് വരണം, നമുക്ക് അനുഗ്രഹം തരണം, നമുക്ക് ആത്മജ്ഞാനം വേണം, നമുക്ക് നമ്മളെ അറിയണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയാണ് നമ്മള് ഗുരു പരമ്പര. ഗുകാരോ അന്ധകാരച്ച് രുകാരോ നിരോധ. നമ്മുടെ അന്ധകാരത്തെ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന സ്വർണ്ണ കലശമാണ് ഗുരു. അപ്പൊ അതിൽ തരുന്ന മന്ത്രങ്ങള്, ഈ ജലമെല്ലാം തന്നെ മന്ത്രപൂരിതമായിട്ട് ദേവിക്ക് അഭിഷേകം ചെയ്യണമെങ്കിൽ ആര് വേണം? നമുക്ക് ആര് പറഞ്ഞു തരണം? ഗുരു പറഞ്ഞു തരണം. ദ ബ്ലെസ്സിങ്സ് ഓഫ് ശ്രീ ഗുരു, നമ്മുടെ ഏജ്ലെസ് പരമ്പര, നമുക്ക് ഒരിക്കലും നിൽക്കാത്ത കണ്ടിന്യൂസ് ആയിരിക്കുന്ന ശ്രീവിദ്യ പരമ്പരയാണ് ആ ഒരു ദിവ്യൗഖ മാനൗഖ. ഈ പറഞ്ഞ ഓരോ ഓഖങ്ങള്, ഓഖം എന്ന് പറഞ്ഞ ഒഴുക്ക്, അല്ലെ? ആ ഒരു ദിവ്യം എന്ന് പറഞ്ഞ ദേവിയുടെ ഗുരുമണ്ഡലം എവിടെയായിരിക്കും? ദേവിക്ക് അത്ര പ്രാധാന്യമാണ് ഗുരുമണ്ഡലത്തിന് കൊടുത്തിരിക്കുന്നത്.
ആ ഒരു സർവ്വരോഗഹര ചക്രത്തിന്റെ മേളിലാണ് ആ 15 ഗുരുക്കന്മാരും ഇരിക്കുന്ന ആ പാരലൽ ലൈൻസിലാണ്, ആ 3 ത്രികോണങ്ങളിലായിട്ട് ഗുരുമണ്ഡലം ദേവിയുമായിട്ട് ചേർന്നിരിക്കുന്നു. അവിടെ ദേവി ആരാണ്? ഗുരുമണ്ഡല രൂപിണി. അമ്മ അവിടെ ഗുരുവായിട്ടിരിക്കുകയാണ്. നമ്മുടെ ആജ്ഞാചക്രത്തില് പരമഹംസയായിട്ടിരിക്കുകയാണ്. ഹംസ മിഥുനമായിട്ട് ശിവനും ദേവിയും നമ്മുടെ ആജ്ഞാചക്രത്തിൽ ഇരിക്കുന്നു. അപ്പൊ ഈ സ്വർണ്ണക്കുടം എന്ന് പറയുന്നത് ഗുരുവിനെ കാണിക്കുന്നു. നമുക്ക് ഏറ്റവും ഉയർന്നതിനെ, സ്വർണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. അപ്പൊ ഈശ്വരനെ കാണിച്ചു തരുന്ന നാമരൂപത്തെയാണ് നമ്മള് ഗുരു എന്ന് പറയുന്നത്. ആ ശ്രീ ഗുരു ശ്രീപാദുകാഭ്യം പൂജയാമി തർപ്പയാമി നമഃ. എപ്പോഴാണോ ഗുരുപാദുകങ്ങൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് സ്വർണ്ണ കലശം കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ഗുരു വന്നു കഴിഞ്ഞു. ആ ഗുരുവിലൂടെ കിട്ടുന്ന മന്ത്രാഭിഷേകം കൊണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കണു, ദേവിക്ക് കൊടുക്കണു എന്ന് പറഞ്ഞ് ബാഹ്യമായിട്ട് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ്. ഈ ശ്രീചക്രത്തിൽ ഇരിക്കുന്ന ആത്മാവും ദേവിയും, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവും വേറെയല്ല. ഈ ശ്രീ ഗുരുവും ഞാനും ദേവിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ആ ഒരു ബ്ലെസ്സിങ്സ് ഓഫ് ശ്രീ ഗുരു പരമ്പരയിലൂടെ വരുന്ന ആ മന്ത്രദീക്ഷയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആ മന്ത്രദീക്ഷ ഏറ്റവും നന്നായിട്ട് ഉയർന്ന സാധനയിലൂടെ ആ ഒരു ശക്തിപാത്ത് എന്ന് പറയുന്ന ആ ഒരു ഈശ്വരന്റെ ശക്തി, നമ്മുടെ ഉള്ളിലെ ശക്തിപാത്ത് എന്ന് പറഞ്ഞാല് ഉള്ള ശക്തിയെ തിരിച്ചറിയുക. ഇപ്പൊ നമുക്കുള്ള ശക്തി അറിയില്ല. ആ ശക്തിപാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി ആ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനുള്ള മന്ത്ര ചൈതന്യം, നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനാ മാർഗത്തെ കാണിച്ചു തരുന്ന ശ്രീ ഗുരുവിനെ നമുക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുകഴിഞ്ഞാൽ എന്താ? കർത്തും അകർത്തും അന്യഥാ കർത്തും, അല്ലെ? സമർത്ഥ ഈശ്വരാഹ. എന്താണ്? ഞാൻ ചെയ്യുന്നതും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യാനും കഴിവുള്ള ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ തന്നെ സാക്ഷാത്കരിക്കാൻ നമ്മളെ പരിഭാഗപ്പെടുത്തിയെടുക്കുന്ന ഗുരുമണ്ഡലത്തെ നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? അനന്യ ചിന്ത എന്തോമാം ഏജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എല്ലാം ഭഗവാൻ നല്ല പച്ചയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അല്ലെ? സർവകർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എപ്പോഴാണോ ഗുരു വന്ന് നിങ്ങൾക്ക് മന്ത്രം തരുന്നത്, എനിക്ക് മന്ത്രം കിട്ടുന്ന, പിന്നെ എന്നെ മാത്രം വിചാരിക്കൂ. അനന്യ ചിന്ത എന്തോ, വേറെ ഒരു ചിന്ത, വേറെ അന്യ ദേവതകളെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഈ അമ്മയെ മണിപീഠത്തിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അവർക്ക് ഞാൻ എന്താ? യോഗക്ഷേമം. ഭഗവാൻ പറയണു, നിങ്ങളുടെ യോഗം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നമ്മൾ പറയില്ലേ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ഇത് എന്റെ യോഗമാണ് എന്നൊക്കെ പറയില്ലേ. നമ്മുടെ കഷ്ടത വരുമ്പോ നമ്മൾ ഇത് എന്റെ തലയിലെഴുത്താണ്. ഒന്നുമല്ല. ഈ ഈശ്വരന്റെ ശരണാഗതി ചെയ്താൽ നിങ്ങളുടെ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോജിപ്പിക്കാമെന്ന് ഭഗവാൻ വാക്ക് തരുകയാണ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സർവകർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്ത് ചെയ്യണം? മാമേകം, ഏകമായിരിക്കുന്ന സത്യവസ്തുവിനെ, നമുക്ക് കിട്ടിയിരിക്കുന്ന അനേക ദേവതകൾ ഉണ്ടായിക്കോട്ടെ, വൈഷ്ണവത്തിൽ ഉണ്ടായിക്കോട്ടെ, ശാക്തേയത്തില് അല്ല ശിവൻ ഉണ്ടായിക്കോട്ടെ, എന്തോ ഉണ്ടായിക്കോട്ടെ, ഗണപതി, സുബ്രഹ്മണ്യൻ, ഏത് മന്ത്രം ഇരുന്നാലും നമ്മുടെ മന്ത്രം എന്താണ്? ഏകമായിരിക്കുന്ന പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയുന്ന ആ മഹത്തായിരിക്കുന്ന ശ്രീ ഗുരുവിലൂടെ കിട്ടിയ ആ പഞ്ചദശാക്ഷരി മന്ത്രം ജപിച്ച് ഏകമായിരിക്കുന്ന ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ പാദപത്മങ്ങളെ മാത്രം, എന്റെ ചിന്തകള് വേറെ പോകാതിരിക്കട്ടെ, അല്ലെ? എന്റെ ചിന്തകൾ ഡിസ്റ്റർബ്ഡ് ആവാതിരിക്കട്ടെ, ഏകമായിരിക്കുന്ന അതിൽ മാത്രം എന്റെ ആ ഒരു മനസ്സ് നിൽക്കട്ടെ എന്ന് പറയുന്ന എന്റെ സാധനാ മാർഗത്തെ വളരെയധികം ഉറപ്പിക്കുന്നതാണ് ദേവിക്ക് ഈ പറയുന്ന സ്വർണ്ണ കലശത്തിൽ കൊടുക്കുന്ന അഭിഷേകം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇന്നർ മീനിങ്. ആ സ്വർണം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന വസ്തുവിനെ, ഈശ്വരനെ കാണിച്ചു തരുന്ന ശ്രീ ഗുരു. കലശം എന്ന് പറഞ്ഞാൽ ശരിക്കും നാമരൂപങ്ങള് ഗുരുവിന്റെ രൂപത്തില് വന്ന് എനിക്ക്, ഈശ്വരൻ തന്നെ ഗുരുവിന്റെ രൂപത്തിൽ വന്ന് എനിക്ക് അനുഗ്രഹം തരുന്നു. അപ്പൊ എന്റെ സാധനമാർഗം ഇപ്പൊ എന്തായി? നല്ല ക്ലിയർ ആയി, അല്ലെ? എന്റെ ഡൗട്ട്സ് തീർന്നു, കൺഫ്യൂഷൻസ് ഒക്കെ തീർന്നു. ഞാനിപ്പോ എനിക്ക് ക്ലിയർ മൈൻഡായി. ദേവിക്ക് ചൂടുവെള്ളം കൂടെ കൊടുത്തപ്പോ നമ്മുടെ എന്താ പറയാ, ആ ഒരു ചൂട് തപസ് കൊണ്ട് എനിക്ക് സത്യത്തെയൊക്കെ മനസ്സിലായി. ഇപ്പൊ എന്റെ സാധനാ മാർഗം ഉറച്ചു. ഇനിയിപ്പോ എന്താ കൊടുക്കാൻ പോകുന്നത്? ദൗത വസ്ത്ര പരിമാർജനം. എന്താണ് ദൗത വസ്ത്രം എന്ന് പറഞ്ഞാൽ? ഉണങ്ങിയ വസ്ത്രം, അതായത് തോർത്ത്. അതുകൊണ്ട് ശരിക്കും അതിന് വെളുത്ത തുണി എന്ന് അർത്ഥമുണ്ട്. സത്വഗുണ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന് വെളുത്ത തുണി എന്ന് പറയാം. ആ ഒരു ഉണങ്ങിയ വസ്ത്രം കൊടുക്കുകയാണ് ദേവിക്ക്. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞു അമ്മ, അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞു.
ഇനി നമ്മൾ എന്താ, ഉണങ്ങിയ വസ്ത്രം കൊണ്ട് ദേവിയുടെ ശരീരത്തെ തുടയ്ക്കാൻ പോവാണ്, കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അമ്മ, ഞാൻ അമ്മയുടെ ശരീരത്തെ ആ ഒരു വെളുത്ത ടവൽ കൊണ്ട് അല്ലെങ്കിൽ ഉണങ്ങിയ തുണി കൊണ്ട് അമ്മയുടെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളെല്ലാം ഞാൻ തുടച്ചെടുക്കട്ടെ. ശരിക്കും ഡ്രൈയിങ്, ഉണക്കുക എന്ന് പറഞ്ഞാൽ എന്താ, റിമൂവിങ് ദ വാട്ടർ ഡ്രോപ്സ് അല്ലേ. വെള്ളത്തുള്ളികൾ നമ്മൾ എങ്ങനെയാ തുടയ്ക്കുക, ഒന്ന് ഒപ്പിയെടുക്കുക. എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോ ദേവിക്ക് ഉണങ്ങി, നമുക്ക് ഡൗട്ട്സ് കുറെയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അഭിഷേകമൊക്കെ കൊടുത്ത് ഒരുവിധം നമുക്ക് മനസ്സിലായി. നമുക്ക് ഗുരു ഒരു നല്ല വഴി കാണിച്ചു തന്നു, അതിലേക്ക് പ്രവേശിച്ചു, ദീക്ഷ കിട്ടി, ആ മന്ത്ര ചൈതന്യം നമ്മുടെ ഉണ്ട്, സാധനാ മാർഗം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണം നമുക്ക്, എന്താ പറയുക, ആണവ മല നിർമ്മാർജ്ജനം. ആണവ മലത്തെ കൂടെ ഇല്ലാതാക്കണം. കാരണം ഇപ്പൊ നേരത്തെ മായിക ആണവ കാർമിക മലങ്ങളെല്ലാം സ്വർണ്ണക്കുടത്തില് വെള്ളം അഭിഷേകം ചെയ്യുമ്പോൾ മാറുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആണവ മലം നമ്മുടെ ശരീരവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. അതിനാണ് തുണി കൊടുക്കുന്നത്. ഒന്ന് ഒപ്പിയെടുക്കണം നമ്മൾ, അല്ലെ. ശരീരത്തെ ഒന്ന് തുടയ്ക്കണം. നമ്മൾ തൊലി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമായിട്ട് ഈ മഹാത്വക്ക് എന്നാ പറയുന്നത്. ത്വക്ക് മഹാഭൂതമാണ്. കാരണം അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഈ ത്വക്കെന്ന് പറയുന്നത് എത്ര തുടച്ചാലും കുറച്ച് വെള്ളം കുളിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെയും പറ്റിയിരിക്കും. അതിനെയാണ് നമ്മൾ ഇനി എത്ര ഉപാസന ചെയ്താലും ആണവ മല ത്യാഗം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ വെള്ളത്തുള്ളികളെല്ലാം നമ്മുടെ ശരീരത്തിൽ പറ്റിയിരിക്കണം. അപ്പൊ നമ്മൾ ദേവിക്ക് എന്താ കൊടുക്കുന്നത്, ഈ ഉണങ്ങിയ വെളുത്ത വസ്ത്രം കൊടുക്കണം. വസ്ത്രം എന്ന് പറഞ്ഞാല് 24 തത്വങ്ങളാണ്. എന്താണ് 24 തത്വങ്ങള്? ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം, അല്ലെ. ആ തോർത്ത് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. ആ തോർത്ത് കൊണ്ട് നമ്മുടെ സ്ഥൂല ശരീരത്തെ തുടയ്ക്കുമ്പോ നമ്മുടെ സൂക്ഷ്മ ശരീരമാകുന്ന സട്ടിൽ ബോഡിയിലുള്ള ആണവ മലത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. കാരണം ആണവ മലം എന്ന് പറയുന്നത് വളരെ ഈ പറഞ്ഞ രജോ ഗുണം, തമോ ഗുണം, അതിൽ നിന്ന് നമ്മൾ സത്വഗുണത്തിലേക്ക്, കാരണം ത്രിഗുണാത്മികയായിരിക്കുന്ന ദേവി ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചബോധം, ആ പ്രപഞ്ചവുമായിട്ടുള്ള ആ ഒരു ഇഴുകിച്ചേരലില് സത്വഗുണ പ്രധാനമായിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ദൈവിക ചിന്തകൾ ഉണ്ടാവുള്ളൂ. ഇപ്പൊ വെളുപ്പം എന്ന് പറയുന്നത് സത്വഗുണത്തെ കാണിക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ കുറച്ച് ഡ്രോപ്സ്, അല്ലെ, ചെറിയ ചെറിയ അഴുക്കുകൾ നമ്മുടെ ശരീരത്തിൽ പറ്റിയിരിക്കുക. അത് മാറ്റണം, അല്ലെ, മാറണം. അപ്പൊ നമ്മൾ വസ്ത്രം എന്ന് പറയുന്ന 24 തത്വങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. എന്താ, അതിനെയാണ് തത്വശോധനം എന്ന് പറയുന്നത്. എല്ലാ ശ്രീവിദ്യ ഉപാസന മാർഗത്തിലും തത്വശോധനമുണ്ട്. എല്ലാവരും ഡെയിലി അത് ചെയ്യണം. ദേവിക്ക് എന്താ, ആഹാരം കൊടുക്കുന്നതിന് മുമ്പേ ആത്മതത്വായ സ്വാഹ, വിദ്യാതത്വായ സ്വാഹ, ശിവതത്വായ സർവതത്വേഭ്യോ സ്വാഹ, ഇങ്ങനെ പറഞ്ഞ 24 തത്വങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നു അമ്മയ്ക്ക് കൊടുക്കുന്ന വെളുത്ത വസ്ത്രത്തിലൂടെ. നമ്മൾ ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അല്ലെ. അതൊക്കെ ഒന്ന് എടുത്ത് കേൾക്കുക, കേട്ടിട്ട് അത് എന്താണെന്ന് മനസ്സിലാക്കുക. ഓരോ പ്രാവശ്യവും നമുക്കത് വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ ദേവിക്ക് ദൗത വസ്ത്ര പരിമാർജനം എന്ന് പറയുന്ന വെളുത്ത ഉണങ്ങിയ ടവല് കൊടുക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ദേവിക്ക് ടവലിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എത്ര സാധന ചെയ്താലും നമ്മുടെ ആണവമലം എന്ന് പറയുന്ന ആ ഒരു ആണവമലത്തെ ഇല്ലാതാക്കാനാണ് ഇത് കൊടുക്കുന്നത്. ഇനി അടുത്തത് ദേവിക്ക് എന്ത് ചെയ്തു, ദേവിയുടെ പുറത്തെ വെള്ളത്തുള്ളികളൊക്കെ തുടച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്താ, അരുണ ദൂകുല പരിധാനം. അമ്മയ്ക്ക് ദേവിയുടെ ശരീരം മുഴുവനും കുളിച്ച് കയറി വന്ന അമ്മയ്ക്ക് ആ ശരീരം മുഴുവനും പുതപ്പിക്കാനായിട്ട് ഒരു ചുവന്ന ഷോള് അല്ലെങ്കിൽ ചുമന്ന സാരി അല്ലെങ്കിൽ ചുമന്ന പട്ട്, എന്തൊരു ഭംഗിയായിരിക്കും ആലോചിച്ച് നോക്കുക. ആ പട്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മ ഇതാ ദൂകുലം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ചുവന്ന പട്ട്. അപ്പൊ നമ്മൾ എന്താണ് ശരിക്കും ഒരു വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് സാധാരണ ഒരു വ്യക്തിക്ക് എന്താണ്, നമ്മൾ എന്താ രമണ മഹർഷിയൊക്കെ എന്താ പറയാ വസ്ത്രമൊന്നും ധരിക്കാറില്ല, ശരീരാഭിമാനം ഇല്ലായിരുന്നു, അദ്ദേഹം കോണകം മാത്രമാണ്. അത് അദ്ദേഹം നമ്മുടെ മനുഷ്യർക്ക് വേണ്ടിയാണ് ധരിച്ചത്, അവർക്ക് ശരീരബോധം ഇല്ല. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നഗ്നത, നമ്മളെ നഗ്നമായിരിക്കുന്ന നമ്മുടെ ശരീരത്തെ മറയ്ക്കാനാണ് നമ്മൾ സാധാരണ മനുഷ്യര് വസ്ത്രം ധരിക്കുന്നത്, അല്ലെ. നമ്മുടെ കൾച്ചറാണ്, അല്ലെ. നമ്മൾ ഉയർന്ന ഒരു ഒരു സമൂഹത്തില് അല്ലെങ്കിൽ ഒരു നല്ല കുലത്തില്, നമ്മൾ പറയില്ലേ നല്ല ഉയർന്ന കുലത്തിൽ ജനിച്ചതാണെന്ന് കണ്ടാൽ അറിയാമെന്ന്. എങ്ങനെയാ നമ്മളെ കണ്ടാൽ അറിയുന്നത്? ആദ്യം നമ്മളെ വിലയിരുത്തുന്നത് നമ്മുടെ വസ്ത്രം വച്ചിട്ടാണ്. ഒരാള് വസ്ത്രം ധരിക്കും, നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തിയിരിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് എന്നൊരാൾക്ക് നമ്മളെ കാണണ്ട, സംസാരിക്കേണ്ട. നമ്മൾ ഹനുമാനെ ദൂരെ വെച്ച് കണ്ടപ്പോ ശ്രീരാമ ലക്ഷ്മണന്മാര് പറഞ്ഞു, നല്ല വെളുത്ത വസ്ത്രം കൊണ്ട് ഉത്തരീയമിട്ട പ്രൗഢ ഗംഭീരനായിട്ട് നല്ല അറിവുള്ള ഒരാളാണ് ആ വരുന്നതെന്ന് ഹനുമാൻ വേഷം മാറി വന്നപ്പോ തന്നെ പറഞ്ഞു, അല്ലെ. ഉന്നതമായിരിക്കുന്ന അറിവുകൾ, അതായത് ശരീരം ഒന്നുമല്ല,
ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കാനുള്ളതല്ല. ശരീരം ഒന്നുമല്ല, വെറും പഞ്ചഭൂത നിർമ്മിതമാണ്. അതിൽ ഒരു അഭിമാനവും കൊണ്ടിട്ട് കാര്യമില്ല എന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞവരെല്ലാം എന്ത് ചെയ്യും? ശരീരത്തെ നന്നായിട്ട് സൂക്ഷിച്ച് കവർ ചെയ്ത് ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്യും, അല്ലെ? അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, ആ ഒരു നേക്കഡ്നെസ്, നമ്മള് ബാക്കിയുള്ളവരുടെ മുമ്പിൽ മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുക, അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ദേവി ഉന്നത കുലജാതയാണ്. ഉന്നത കുലജാത ഇല്ലെങ്കിൽ പതിവ്രത. പതിവ്രത എന്ന് പറയുന്ന സ്ത്രീ പുരുഷന്റെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ മാത്രമേ വരുള്ളൂ. എന്താ കാരണം? അവര് ഭർത്താവിനെ ദൈവത്തിനെ പോലെ കാണും. വേറെ ഒരു പുരുഷന്റെയും മുഖം കാണാറില്ല പണ്ട് കാലത്ത്. അതുപോലെ ഒരു നല്ല കുലത്തിൽ ജനിച്ച, ഇല്ലെങ്കിൽ നല്ല ഒരു കൊട്ടാരത്തിലൊക്കെ ജനിക്കുക എന്ന് പറയാം, അവർക്കൊക്കെ പ്രത്യേക വസ്ത്രധാരണമുണ്ട്. അവര് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും മറച്ചു വെക്കും, നല്ല ഭംഗിയായിട്ട് വസ്ത്രധാരണം ചെയ്യും, അല്ലെ? നമ്മുടെ കൾച്ചർ, നമ്മൾ ജനിച്ച പരിസ്ഥിതി. ഇന്നാണെങ്കിലോ അത് കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്രയൊക്കെ പ്രദർശിപ്പിക്കും, കാരണം അകത്തൊന്നുമില്ല, പുറത്താണ് കാണിക്കാനുള്ളതല്ല ഇന്നത്തെ ആളുകൾക്ക്. ഇന്നത്തെ ആരെയും കുറ്റം പറയുന്നതല്ല. ഇന്നത്തെ സമൂഹം പുറമേ ഉള്ള കുറെ മായാജാലങ്ങളിലാണ് മയങ്ങി വീഴുന്നത്, അല്ലെ? പുറമേ ഉള്ളതിലാണ് മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത്. അകത്ത് വളരെ കുറവാണ്. അകത്തുണ്ടെങ്കിലല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അകത്തുള്ളവര് ഈ കാലത്തിനും ദേശത്തിനും അനുസൃതമായിട്ട് ആളുകളുടെ ചിന്തയ്ക്കനുസരിച്ചൊന്നും ആരും ഡ്രസ്സിങ് കോഡ് മാറ്റില്ല. കാരണം പണ്ടത്തെ കാലത്ത് ഓരോന്നിനും ഓരോ ഡ്രസ്സിങ് കോഡുണ്ട്. ഇന്ന സ്ഥലത്ത് മരണ വീട്ടില് കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ആരെങ്കിലും ചെല്ലാറുണ്ടോ? ഇപ്പൊ മരണ വീട് തിരിച്ചറിയാൻ പറ്റില്ല. മരണ വീട് കല്യാണ വീട് പോലെ ഇരിക്കുക. അവിടെ ചെല്ലുമ്പോ പൊട്ടിച്ചിരിയും പാട്ടും ചിക്കൻ കഴിക്കലുമാണ്. ഇപ്പൊ മരണപ്പെട്ട ആള് മിണ്ടാതെ പെട്ടിക്കകത്ത് കിടക്കുക, എന്നെ എപ്പോ കത്തിക്കുന്നു ചോദിച്ചോണ്ട്. അവിടെ അകത്ത് വളരെ വിശേഷം നടക്കുക, അല്ലെ? പണ്ട് മരണവീടെന്ന് പറഞ്ഞാൽ എന്താ? രാമനാമ ജപം, ഭഗവത്ഗീത വായന, രാമായണ പാരായണം. ആ ഒരു മൃത്യു സംഭവിച്ച വീട്ടിലെ ആ ജീവനെ നല്ല വഴിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് കൂട്ടമായിട്ട്, കാരണം അത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു നമ്മൾ ആ വ്യക്തിയുമായിട്ട്. ഇന്ന് കുടുംബ ബന്ധങ്ങളുടെ ശിഥിലതയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നമുക്ക് അവിടെ യാതൊന്നുമില്ല, കത്തിച്ചു കഴിഞ്ഞു അവിടെ. അതുപോലെ ഈ പറഞ്ഞ ഇപ്പൊ നമ്മള് വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ കൾച്ചറിനെയാണ് കാണിക്കുന്നത്. ഏത് കുലത്തിൽ ജനിച്ചു, അവൻ എങ്ങനെ വളർന്നു, ഏത് പരിസ്ഥിതിയിൽ വളർന്നു, ഏത് പരിസ്ഥിതിയിൽ വന്നാലും ഒരിക്കലും ആന്തരികമായിട്ട് ആ ഒരു സംസ്കാരമുള്ള വ്യക്തി ഒരിക്കലും അതിൽ നിന്ന് താഴെ പോവില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ നിർബന്ധിച്ചാലും. അപ്പൊ നമ്മുടെ ആ ഒരു ഹൈ ക്വാളിറ്റി നല്ല വസ്ത്രങ്ങൾ ദേവിക്ക് കൊടുക്കുന്ന എന്താ? ചുമന്ന പട്ട്. അത് പട്ടെന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും ഉയർന്ന പട്ട്, അത് ചുമന്ന നിറത്തിലുള്ളത്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ദേവി എല്ലാം ദേവിയുടെ അരുണവർണ്ണമാണ് അമ്മയ്ക്ക്, അല്ലെ? അരുണാം കരുണാതരംഗിതാക്ഷിയും. ദേവിയുടെ ചുവപ്പ് വർണ്ണം, ശരീരത്തിന് ചുവപ്പ് നിറം, ദേവിയുടെ എല്ലാം ചുവപ്പാണ്. എന്താ കാര്യം? ദേവിയുടെ ചിന്താമണി ഗൃഹം പോലും ചുവപ്പാണ്. ആ ചുവപ്പ് എന്ന് പറഞ്ഞാല് ലവ് ആൻഡ് കമ്പാഷൻ, ആ സ്നേഹം, എല്ലാവരോടും ഉള്ള കരുണ, ആ ഒരു യൂണിവേഴ്സൽ ലവ്, ആ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത, ജാതിമത ഭേദമല്ലാതെ തന്റെ മക്കളോടുള്ള ആ സ്നേഹം. ശരിക്കും പറഞ്ഞാല് ആ ഒരു സിവിലൈസ്ഡ് തോട്ട്, ഉയർന്ന ചിന്ത. നമുക്കാണ് നമ്മളെ ഓരോ ജോലിക്കാര്, നമ്മളെ സേവിക്കുന്നവര്, സമൂഹത്തിൽ ഓരോരുത്തർക്കും ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്നത്. ദേവിക്കോ എല്ലാവരും ദേവിയുടെ മക്കളാണ്. അതിനെയാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനോടുമുള്ള അമ്മയുടെ സ്നേഹം. അതാണ് ചുവപ്പ്. അപ്പൊ ഏറ്റവും ഉയർന്ന മനസ്സ്, ആ ഒരു ഏറ്റവും കൾച്ചറുള്ള നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച അമ്മ എന്ന് നമ്മൾ പറയൂല്ലേ? എല്ലാവരോടും സ്നേഹം, എല്ലാവരോടും ദയ, നല്ല സംസ്കാരമുള്ള തറവാട് എന്നൊക്കെ പറയണമെങ്കിൽ ആ തലത്തിൽ നമ്മൾ ജീവിക്കണം. ഈ ദേവി എങ്ങനെയാ അമ്മയ്ക്ക് നമ്മൾ ഏറ്റവും ഉയർന്ന ചുവന്ന പട്ട് കൊടുക്കുമ്പോ ഞാൻ എവിടെ ജനിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, ഞാൻ ആരാണ് എന്നാണ് അവിടെ കാണിക്കുന്നത്. അമ്മയ്ക്ക് ചുവന്ന പട്ട് കൊടുക്കുകയാണ്. അപ്പോ ആ ഒരു പഞ്ചദശി മന്ത്രത്തിൽ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ചുവന്ന പട്ട് എന്നുള്ളതിന് കംപ്ലീറ്റ് അവയർനെസ്, ഓൾ ടൈം എന്ന അർത്ഥം. എല്ലാ സമയത്തും ഈ അവയർനെസ്. എന്ത് അവയർനെസ്? ഈ പ്രപഞ്ചത്തില് എല്ലാറ്റിലും ദേവിയാണ്. ഈ ദേവി അല്ലാതെ ഇവിടെ യാതൊന്നുമില്ല. യാതൊന്ന് കാൺപതത് നാരായണ പ്രതിമ എന്നുള്ള ഉറപ്പ്, അല്ലെ? ഭഗവാൻ പറഞ്ഞ പോലെ മത്ത പരതരം ന അന്യത്, ഞാന് പല രൂപത്തിൽ ഇവിടെ ഇരിക്കുന്നു എന്നുള്ള ഉയർന്ന ചിന്തയുള്ള ദേവി. ഭാവന ഉപനിഷത്ത് അനുസരിച്ച് ഇതിനെ നിരുപാധിക നിർഗുണ ബ്രഹ്മമായിരിക്കുന്ന കാമേശ്വരനും സഗുണ ബ്രഹ്മമായിരിക്കുന്ന രജോ ഗുണ പ്രധാനിയായിരിക്കുന്ന ലളിതാ ത്രിപുര സുന്ദരിയും ചേർന്ന ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്. അതായത് സാധകന്റെ അന്ധകരണ ചതുഷ്ടയം, അത് മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിവകൊണ്ട് എന്താണോ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്നത്, അതിനെയാണ് നമ്മൾ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്.
ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന എല്ലാം വസ്ത്രങ്ങളാണ്. നമ്മൾ പറയില്ലേ കാളി ദിക് സ്വരൂപം, ദേവിക്ക് നഗ്നമായിരിക്കണോ കാളി സ്വരൂപം, ദേവിക്ക് ദിക്കുകളാണ് അമ്പരം. വ്യോമകേശി, ഈ ആകാശമാണ് കേശമായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയാൻ കാരണം എന്താ? നമ്മുടെ സാധകന്റെ അന്ധകരണ ചതുഷ്ടയം ആ എന്തുകൊണ്ടാ? അതാണ് നമ്മുടെ ഈ പ്രപഞ്ച സൃഷ്ടിയായിട്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ വസ്ത്രങ്ങൾ എന്ന് പറയുന്ന പ്രപഞ്ചത്തിലെ ഓരോന്നും അതാണ്. അതുകൊണ്ടാണ് ലൗഹിത്യം. ലൗഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? സച്ചിദാനന്ദ സ്വരൂപത്തെ മൂടുന്ന ആ ഒരു ചുമന്ന വർണ്ണം. വെളുത്ത ശിവൻ എന്ത് ചെയ്യണു? ദേവിയുടെ ചുവപ്പ് വർണ്ണം കൊണ്ട് ആ വെളുപ്പും ചുവപ്പായിട്ട് തീരണു. അപ്പൊ ചുവപ്പ് വസ്ത്രം കൊണ്ട് ആവരണം നമ്മൾ കൊടുക്കുകയാണ് ദേവിക്ക്. എന്താണ് ചുവപ്പ് വസ്ത്രം ദേവിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയണത്? ആ സാധകന്റെ ആവശ്യം എന്താണ് അവിടെ? ഏറ്റവും ഉയർന്ന ചിന്ത, എന്നെ അമ്മ ഏറ്റവും ഈ ദ്വൈതത്തിൽ നിന്ന്, എനിക്കിവിടെ ഡിസ്ക്രിമിനേഷൻ ഒന്നും വേണ്ട, ഈ ദ്വൈത ഭാവത്തിൽ നിന്ന് എന്നെ ഉയർത്തണേ. പിന്നെ എന്താ? ഹിരൺമയേന പാത്രേന സത്യസ്യാപിഹിതം മുഖം. അമ്മ ഈ മായാപടം കൊണ്ട്, ഈ സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന സത്യത്തെ എനിക്ക് കാണിച്ചു തരൂ. കാരണം രജോ ഗുണ പ്രധാനമാണ് ചുവപ്പ്, അല്ലെ? കാരണം നമ്മളെപ്പോഴും രജോ ഗുണത്തിലൂടെ പ്രപഞ്ച സൃഷ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദേവി തന്നെയാണ് തന്നിലേക്ക് ലയിപ്പിക്കുന്നതും. എല്ലാം അമ്മയാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ എന്താ പറയുന്നത്? അമ്മയ്ക്ക് മാത്രമേ മൂടി വെച്ചിരിക്കുന്ന സ്വർണപാത്രത്തെ തുറന്നു കാണിക്കാൻ പറ്റൂ. എല്ലാ ദേവതന്മാരുടെയും എന്താ പറയാ ഒരു പ്രാർത്ഥനയാണിത്. എല്ലാ ദേവന്മാരോടും ദേവി എന്ന് പറഞ്ഞാൽ എന്താ? ചതുഷ്ഷഷ്ടി കോടി യോഗിനികളോട് കൂടിയിരിക്കുന്ന ദേവിയോട് നമ്മൾ പറയാണ്, ഹിരൺമയേന പാത്രേന സത്യസ്യാഭിഹിതം, മറച്ചു വെച്ചിരിക്കുന്ന ആ സത്യത്തെ അമ്മ എന്നെ കാണിക്കൂ. തത്വം പൂഷന്ന പാവൃണു സത്യധർമായ ദൃഷ്ടയെ, ഈ സത്യത്തെയും ധർമ്മത്തെയും എനിക്ക് കാണിച്ചു തരൂ. എവിടെയാണ് അമ്മ ഇത് മൂടി വെച്ചിരിക്കുന്നത്? നമ്മള് ചുവന്ന തുണി കൊടുത്തുകൊണ്ട്, ചുവന്ന ആ ഒരു എന്താ പറയാ പട്ട് അമ്മയുടെ ദേഹത്ത്, അമ്മ കുളിച്ചിറങ്ങിയിരിക്കുകയാണ് പീഠത്തിൽ നിന്ന്. ആ ഒരു വെളുത്ത വസ്ത്രം കൊണ്ട് അമ്മയുടെ ദേഹത്തെ വെള്ളത്തുള്ളികളൊക്കെ മാറ്റി, നമ്മുടെ ആണവമലം എല്ലാം പോയി. ഇപ്പൊ നമ്മൾ പറയണു, അമ്മ എന്റെ ആണവമലം വരെ പോയി കഴിഞ്ഞു, ഞാനെന്ന ബോധം എനിക്കില്ല. ഇപ്പോ ഞാൻ അഹങ്കാരത്തിൽ നിന്ന് അഹംബോധത്തിലേക്ക് മാറി. ഇനി എനിക്ക് അമ്മ ആ സത്യത്തെ കാണിച്ചു തരൂ എന്ന് പറയാണ് ഈ ചുവപ്പ് വസ്ത്രം കൊടുത്ത്. അപ്പൊ നമുക്ക് സാധകന്റെ, അതായത് നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നാണ് ഇത് കാണിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ അമ്മയോട് എന്ത് വരണം? പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം എല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ട്, രാവിലെ മുതൽ രാത്രി വരെ എല്ലാ കർമ്മങ്ങളും ആ പാദപത്മങ്ങള് നമ്മളെ കണ്ടുകൊണ്ട്, നമ്മുടെ ഹൃദയമാകുന്ന മണിപീഠത്തിൽ ഇരുന്നുകൊണ്ട്, അമ്മയുടെ ആ ഒരു ദൃഷ്ടിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണം. അവിടെ തെറ്റുകുറ്റങ്ങൾ വന്നാൽ അമ്മ തന്നെ അതിനെ തിരുത്തിക്കോളും. അമ്മയാണ് നമ്മുടെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ ഈ ശരീരമാകുന്ന ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയാണെന്ന് പൂർണ്ണമായിട്ട് ആ കടിഞ്ഞാൺ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു നാമം 10ാമത്തെ ദേവിക്ക് കൊടുക്കുന്ന ഉപചാരം എന്ന് പറഞ്ഞാല് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ കാണിക്കണം. നമുക്കറിയില്ല ഡേ ടു ഡേ നമുക്കിനി എത്ര ഡേയ്സ് ഉണ്ടെന്നല്ലേ. നമ്മുടെ ഡെത്ത് ഡേറ്റ് നമ്മുടെ മുകളിൽ ഇങ്ങനെ ഉണ്ട്, നമ്മുടെ ശിരസില് ലിഖിതമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്ന് വരണം, എന്ന് പോണം, എത്ര ശ്വാസം ഈ ഭൂമിയിൽ എടുക്കണം എന്ന്. ഇനി ഒരു ദിവസം പോലും, ഒരു മിനിറ്റ് പോലും അത് കൂട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ, എത്ര ദിവസം ഉണ്ട് അറിയില്ല. എത്ര ദിവസമോ ആയിക്കോട്ടെ, 10 ദിവസമോ 10 വർഷമോ, എല്ലാ ദിവസവും ആ അമ്മയെ നമുക്ക് മനസ്സുകൊണ്ട് സ്മരിക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാരണം എല്ലാം അമ്മയാണ്. ആ ചുവന്ന പട്ട് ധരിച്ചിരിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് ആ കമ്പാഷനേറ്റ് ആയിട്ടുള്ള കരുണാതരംഗിതാക്ഷി, കണ്ണുകൾ കൊണ്ട് ആ സ്നേഹം വഴിഞ്ഞൊഴിഞ്ഞ് ഒഴുകുന്ന ഒരു മകൾക്ക് അമ്മയോടുള്ള സ്നേഹം, അല്ലെ? നമുക്ക് ലോകത്ത് ആരോടും അത്രയും സ്നേഹം പറ്റില്ല. അതുപോലെ അമ്മയ്ക്ക് തിരിച്ച് മക്കളോടും. അപ്പൊ ആ സ്നേഹത്തിൽ നമ്മൾ കുളിച്ച് ആ ചുവന്ന വസ്ത്രത്തെ കൊടുത്ത് നമുക്ക് ഇന്നിവിടെ നിർത്താം. കാരണം അടുത്തത് അരുണ കുചോത്തരീയമാണ്. അടുത്ത ഓരോ നാമങ്ങളും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കത് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.